ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പലർക്കും നാരങ്ങയൊക്കെ അച്ചാറിട്ട് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കയ്പ്പ് തോന്നാറുണ്ടല്ലേ. എന്നാൽ നമുക്ക് ഒട്ടും കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അച്ചാറിടാനായിട്ട് 1/2 കിലോ നാരങ്ങ എൻ്റെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളം വാരാനായിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് ഓരോ നാരങ്ങയും തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടാവാണ്ടിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് നാരങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം നടു ഒന്ന് മുറിച്ചതിന് ശേഷം വീണ്ടും അതിനെ 4 ആക്കിയിട്ട് ആണ് മുറിക്കുന്നത്. അങ്ങനെ നമുക്ക് മൊത്തമായിട്ട് 8 പീസാണ് കേട്ടോ കിട്ടുക. ഇനി നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്കിത് 2 പീസാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 4 പീസാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അതേപോലെ നമുക്ക് എങ്ങനെയാണോ വലിപ്പമൊക്കെ ആവശ്യം അതിനനുസരിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നാരങ്ങ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ നാരങ്ങ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലായാലും നമ്മൾ വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിന് കയ്പ്പ് കുറച്ച് കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാറിയ വെള്ളം ഉണ്ടല്ലോ, അതായത് തിളപ്പിച്ചിട്ട് നമ്മൾ ഇളം ചൂട് അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇതേപോലെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരാഴ്ച അതല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കയ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ബോട്ടിലാക്കണ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6 ദിവസത്തോളമാണ് കേട്ടോ ഇത് ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ തൊലിയുടെ നിറമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ തൊലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ നീക്കി വെക്കാൻ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ചധികം ഇതേപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 3 പീസ് ഇഞ്ചിയും പിന്നെ നമുക്ക് ഒരു 5 പച്ചമുളകാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം എരിയില്ലാത്ത രീതിയിലുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ എരി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതല്ല നിങ്ങൾക്ക് ഒട്ടും അരയണില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിലിട്ട ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ചേർത്തിട്ടായാലും ഈ ഒരു രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലൊരു ചീഞ്ചട്ടി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് നല്ലെണ്ണ എടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അത് ഇതേപോലെ ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കടുകൊക്കെ നല്ല രീതിക്ക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ പൊടിയായാലും നമുക്ക് ആ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നതിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മാത്രം ഉലുവയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും, ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തായിട്ട് ചെറിയൊരു പീസ് കായം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതേപോലത്തെ കായം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കായത്തിൻ്റെ പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് കായം ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ചൂട് കൊണ്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുളക് പൊടിക്ക് എരിവ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുറവ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് തന്നെ ഇതിനൊന്ന് വീണ്ടും ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അതുപോലെ അരച്ച് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടാവില്ല, ആ ഒരു ചാറിന് നല്ല തിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു തിക്നെസ് കിട്ടാനായിട്ടായാലും ഈ ഒരു രീതി വളരെ നല്ലതാണ്. ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങയുടെ പീസൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തോടുക്കുന്ന കൂടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെള്ളം വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ എല്ലാതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെ നമുക്ക് ഈ ഒരു നാരങ്ങയുടെ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ അല്ലെങ്കിൽ എരിയോ എന്തെങ്കിലും കുറവൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു എരിവൊക്കെ നമുക്ക് ആ ഒരു നാരങ്ങയുടെ ഉള്ളിലേക്കായിട്ട് പിടിക്കാനായിട്ട് ഈ ഒരു രീതി നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഗ്രേവിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചാറിനൊക്കെ നല്ലൊരു തിക്നെസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയിട്ടാവും കേട്ടോ ഇരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇടിച്ച മുളക്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറിന് ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ എരിവ് ഇതിൽ കുറച്ച് കുറവായിരുന്നു, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഇതേപോലെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഈ ഒരു അച്ചാറിന് കയ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.